വിഭിന്നങ്ങളായ കലാവിരുന്നുകൾ കൊണ്ട് സദസ്സിനെ കയ്യിലെടുത്ത ഭിന്നശേഷി കലോത്സവം. കുംബ്ലങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വാശിയേറിയ കലാമത്സരങ്ങൾക്കുപരി കലയെ സ്നേഹിക്കുന്ന പരിമിതികളെ അതിജീവിച്ചവരുടെ സംഗമഭൂമിയായിരുന്നു കുംബ്ലങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഭിന്നശേഷി കലോത്സവം. സദസ്സിനെ കയ്യിലെടുത്തുകൊണ്ട് കുട്ടികൾ ആഘോഷം പൊടിപൊടിച്ചു. മഴവില്ല് 2025 എന്ന പേരിൽ കുംബ്ലങ്ങി സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടത്തിയ ഭിന്നശേഷി കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ കഴിവുകളെല്ലാം ഭംഗിയായി ഇവിടെ അവതരിപ്പിക്കാൻ ഈശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തരട്ടെ. നിങ്ങളുടെ വർഷാവർഷങ്ങളിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കഴിവുകൾ ഇവിടെ പ്രദർശിപ്പിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം. എല്ലാ കഴിവുകളുമുള്ള മറ്റുള്ളവർ അനങ്ങാതെ മിണ്ടാതെയും ഇരിക്കുമ്പോഴും നിങ്ങളുടെ ഈ കഴിവുകൾ കാണുമ്പോഴാണ് ഞങ്ങൾക്ക് ഉള്ളിലെ സന്തോഷം പറഞ്ഞു തീർക്കാൻ പറ്റാത്തത്. വൈസ് പ്രസിഡന്റ് PA സഗീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ദീപു കുഞ്ഞുകുട്ടി മുഖ്യാതിഥിയായി. ഒരു പരലോകം ഉണ്ടെന്നാണ്. ആ പരലോകത്തെ പേടിച്ചുകൊണ്ടാണ് നമ്മൾ കുറെ കുറ്റകൃത്യങ്ങൾ ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോകുന്നു. സമൂഹത്തെ പേടിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ കുഞ്ഞു മക്കൾക്ക് ഇത്രയും അവരുടെ പ്രശ്നങ്ങള്, അവരുടെ പ്രയാസങ്ങള്, ഡെയിലി അവരുടെ ദൈനംദിന ജീവിതങ്ങള് മുന്നോട്ട് പോകുന്ന, അവർക്ക് നേതൃത്വം കൊടുക്കുന്ന അവരുടെ മാതാപിതാക്കളെ എന്നും ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടിയുമാണ് ഞാൻ കൈകൂപ്പി പ്രാർത്ഥിക്കുന്നത്. ഓരോ വർഷവും ഇത്തരത്തിൽ നിർബന്ധമായും ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതി നിർബന്ധമായും ഇത്തരത്തിൽ ഭിന്നശേഷിയുടെ ഒരു കലോത്സവം സംഘടിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ വലിയ ആശയം ഇത്തരം ചടങ്ങുകൾക്കുണ്ട്. കാരണം പൊതുസമൂഹത്തിന്റെ മുന്നിൽ പ്രത്യേക പരിഗണന ലഭിക്കേണ്ട ഒരു വിഭാഗമാണ് ഭിന്നശേഷി വിഭാഗം എന്ന് പറയുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി മുഖ്യപ്രഭാഷണം നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ സമൂഹത്തിൽ ഉള്ള എല്ലാവരെയും ഒരുമിച്ച് സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് ഒരേ രീതിയിൽ കൊണ്ടുവരിക എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുമ്പോൾ നമുക്കറിയാം, സ്ത്രീകളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി കുടുംബശ്രീ പഞ്ചായത്തുകൾക്ക് അധികാരം കൂടുതൽ കൊടുക്കുന്നതിന് വേണ്ടി അധികാര വികേന്ദ്രീകരണത്തിലൂടെയുള്ള പദ്ധതികൾ, അതേപോലെ തന്നെ നമ്മുടെ അതിദരിദ്രരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരിക, അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെയും സമൂഹത്തിൽ നമ്മൾ എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകത്തക്ക രീതിയിൽ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. വിവിധ പദ്ധതികൾ തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഫാദർ സെബാസ്റ്റ്യൻ പുത്തൻപുരയ്ക്കൽ, സാബു തോമസ്, മെറ്റിൽഡ മൈക്കിൾ, ബേസിൽ പുത്തൻവീട്ടിൽ, ജെൻസി ആന്റണി, ലീജ തോമസ് ബാബു, VX ജോസഫ്, ലിഷ സേവിയർ, ഏഞ്ചൽ ജിൻസി എന്നിവർ സംസാരിച്ചു. മഴവില്ല് 2025 എന്ന പേരിൽ ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ മഴവില്ല് നമ്മൾ കണ്ടിട്ടുള്ളവരാണ്. പല വർണ്ണങ്ങൾ, ഇവിടെയുള്ള പരിമിതികളുള്ള ഇവരെ പല വർണ്ണങ്ങളായിട്ട് നമ്മൾ ഇവരെ കാണുന്നു, അല്ലെങ്കിൽ സമൂഹത്തെ അവര് പ്രശോഭിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഹയർ സൊസൈറ്റിയിലെ ഒരു സ്ഥലം നമുക്ക് സ്കൂൾ പണിയുന്നതിനായി അത് നമ്മൾ വാങ്ങുന്നതിനായുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മത്സര ഇനങ്ങളിലും പ്രദർശന ഇനങ്ങളിലുമായി വിവിധ പരിപാടികൾ നടത്തി കുട്ടികളും അധ്യാപകരും കലോത്സവത്തെ നയനമനോഹരമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.